ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലിങ്ക് ഇട്ടപ്പോഴും അതിന്റെ കൂടെ ടോപ്പിക് ഉണ്ടായിരുന്നു. സോ ജസ്റ്റേഴ്സ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ പഠിച്ച സമയത്ത് ജസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ജസ്റ്റേഴ്സിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയേ ചെയ്തിട്ടുള്ളൂ. ബട്ട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് ജസ്റ്റേഴ്സ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ട്രെയിനിങ്ങിലായി കഴിഞ്ഞാലും പബ്ലിക് സ്പീക്കിങ്ങിലായി കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷനിലായി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജസ്റ്റേഴ്സ്. അപ്പൊ ജസ്റ്റേഴ്സിനെ നമുക്ക് എത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലോകത്തുള്ള എല്ലാ സ്പീക്കേഴ്സും പ്രധാനപ്പെട്ട എല്ലാ സ്പീക്കേഴ്സും അവരുടെ ജസ്റ്റേഴ്സിനെ വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മള് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ച സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേർഡ്സ് സെലക്ടിങ് വേർഡ്സ് എന്നുള്ളത് കേവലം 7% മാത്രമാണ് അതിന് റിസൾട്ട് ഉണ്ടാക്കുന്നത്. 7% മാത്രമേ വേർഡ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിലെ 55% കിടക്കുന്നത് എവിടെയാണ്? ബോഡി ലാംഗ്വേജസിലാണ്. ബോഡി ലാംഗ്വേജിലാണ് അതിന്റെ 55% കിടക്കുന്നത്. ബാക്കി 7%-ൽ ബാക്കി വരുന്ന ഏകദേശം 30+ അബവ് മാത്രമാണ് വോയിസ് മോഡുലേഷനിലേക്ക് വരുന്നത്. അപ്പോൾ 55% ബോഡി ലാംഗ്വേജസിൽ, അതായത് ജസ്റ്റേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾക്കാണ് കടന്നു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ല, അതല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലെ ജസ്റ്റേഴ്സ് ഇല്ല, പോസ്റ്റേഴ്സ് ഇല്ല, ഇതൊന്നും ഇല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സംസാരം എഫക്റ്റീവ് ആകാൻ യാതൊരു വിധ സാധ്യതയും ഇല്ല. അപ്പൊ നമ്മളുടെ സംസാരത്തിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ഹാൻഡ് ജസ്റ്റേഴ്സ് എന്നുള്ളത്. ഈ ഹാൻഡ്സിന് അല്ലെ, നമ്മൾ ഈ കൈ പലപ്പോഴും എന്താ ചെയ്യുക, അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഹാൻഡ് ജസ്റ്റേഴ്സ് കൊണ്ട് ഒരുപാട് ഇംപ്രൂവ്മെന്റുകൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് എത്ര തരത്തിലുള്ള കുറേ ഹാൻഡ് ജസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹാൻഡ് ജസ്റ്റേഴ്സ് നമ്മുടെ സ്പീക്കിങ്ങിൽ മാത്രമല്ല. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് ഓപ്പറേഷൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത ആളുകളാണെങ്കിൽ ഒരുപക്ഷെ, അതല്ലെങ്കിൽ യാത്ര ചെയ്യാത്തവർ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഡോക്യുമെന്ററിയോ സിനിമയോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റ് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. നിന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ കൈകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ കാണിക്കും. കൈകൊണ്ട് കൃത്യമായിട്ട് കാണിച്ച് ആ ലൈനിലേക്ക് അലൈൻ ചെയ്യിപ്പിക്കുന്നത് അവിടെ നിൽക്കുന്ന ഒരു പേഴ്സൺ കൃത്യമായിട്ടുള്ള അവരുടെ ഹാൻഡ് ജസ്റ്റേഴ്സിലൂടെയാണ്. അപ്പൊ കൃത്യമായിട്ട് ഇത് പൈലറ്റ് കാണുകയും അതിനനുസരിച്ച് ഫ്ലൈറ്റിനെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ലൈൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കൃത്യമായിട്ടുള്ള രീതിയിൽ അലൈൻ ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഹാൻഡ് ജസ്റ്റേഴ്സിലൂടെയാണ്. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിൽ മാത്രമല്ല, നമ്മുടെ ഒട്ടേറെ വിഷയങ്ങൾ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരാൾക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഹാൻഡ് ജസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അദ്ദേഹം നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് കാണുന്നില്ല. നമ്മൾ ഫോണിലൂടെ, വോയിസിലൂടെ, അതിൽ പിന്നെ ഓഡിയോ കോളിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരു പക്ഷേ എന്നല്ല, മുഴുവൻ സമയവും നമ്മൾ കൈകൊണ്ട് പലതും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വേർഡ്സിനെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന, റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഹാൻഡ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഹാൻഡ് ജസ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, അവരെ കുറച്ചും കൂടി നമ്മുടെ സംസാരത്തിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും ഈ ഹാൻഡ് ജസ്റ്റേഴ്സ്. അതേപോലെ തന്നെ എംഫസൈസ് യുവർ പോയിന്റ്സ്, നമ്മുടെ പോയിന്റ്സിനെ എന്ത് ചെയ്യുന്നു, എംഫസൈസ് ചെയ്യുക, അതായത് ഊന്നൽ നൽകുക. നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത്, അപ്പൊ അത് നമ്മൾ അതിന്റെ ഹാൻഡ് ജസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾസ് കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്ന ഒരു വിഷയത്തെ കുറച്ചും കൂടി ഊന്നി പറയുന്ന ഒന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ, നമ്മൾ പറയുന്ന ഒന്നിനെ ഊന്നി പറയുന്ന ഒന്നാണെന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ട് കാണിക്കുന്ന സമയത്ത് തന്നെ അതൊരു എംഫസൈസിങ് ആണ്, അല്ലെ? നമ്മൾ പറയുന്ന ഒന്നിനെ ഊന്നി പറയാം.
ഇപ്പൊ ഞാൻ കൈ കാണിക്കാതെ നമ്മൾ പറയുന്ന ഒന്നിനെ ഊന്നി പറയാ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിന് ഊന്നലാവുന്നില്ല, അല്ലെ? അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ പറയുന്ന ഒന്നിനെ ഊന്നി പറയാ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തായി? അവിടെ ഞാൻ എന്റെ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഉപയോഗിച്ച സമയത്ത് അവിടെ എംഫസൈസിങ് ആയി എന്നുള്ളത്. സോ മോർ മെമ്മറബിൾ, അല്ലെ? കുറച്ചുകൂടി മെമ്മറബിൾ ആകുന്ന ഒരു പിന്നെ സ്പീച്ചോ ട്രെയിനിങ്ങോ ആക്കിയിട്ട് നമ്മുടെ ഹാൻഡ് ജെസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ റിപ്പീറ്റിംഗ് യുവർ മെസ്സേജസ്. എംഫസൈസിങ് എന്നുള്ളത് ഊന്നി പറയാ. റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വേർഡ്സിനെ തത്തുല്യമായിട്ടുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ് കാണിക്കുന്ന സമയത്ത് അത് റിപ്പീറ്റിംഗ് ആണ്. ആ പറയുന്ന കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിപ്പിക്കുന്ന ഒന്നാണ് ഹാൻഡ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. കുറച്ച് ഹാൻഡ് ജെസ്റ്റേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ കഥ പറയുന്നത് പോലെ സ്പീച്ചിലും ട്രെയിനിങ്ങിലും ഈ ഹാൻഡ് ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ഹാൻഡ് ജെസ്റ്റേഴ്സ് ഡിഫറെന്റ് ടൈപ്പ് നമ്മളിവിടെ പഠിക്കും. പക്ഷെ ഇത് ഒരു കാരണവശാലും ഷഫീദ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഷഫീദ കേൾക്കുന്നില്ലേ? ഓക്കെ. സോ നമ്മൾ ഹാൻഡ് ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും കൂടുതലായിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, കുറെ ഹാൻഡ് ജെസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അടുത്ത ഒരു ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം പോയിട്ട് നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് കരുതരുത്. ഒരു കാരണവശാലും ജെസ്റ്റേഴ്സ് എന്താക്കാൻ പാടില്ല, അധികമാവാൻ പാടില്ല. അധികമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ഓഡിയൻസിന്റെ അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ എന്തിലേക്ക് പോകും? നമ്മുടെ ഹാൻഡ് ജെസ്റ്റേഴ്സിലേക്ക് പോകും. സോ അതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറാൻ സാധ്യതയാണ്. സോ എപ്പോഴും ആവശ്യത്തിനനുസരിച്ച് കുറെ ഹാൻഡ് ജെസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, സോ അതെല്ലാം പോയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ സംസാരിക്കുന്നതിനനുസരിച്ചിട്ട് ഫുൾ ടൈം ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇവിടെ പോയി എന്ന് പറയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറെ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒരു കാരണവശാലും യൂസ് ചെയ്യാനും പാടില്ല. മാത്രമല്ല നമ്മുടെ സംസാരത്തിനനുസൃതമായിട്ടായിരിക്കണം, അല്ലെ? ചില സമയത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം സംസാരം എത്തും, പിന്നെയാണ് എക്സ്പ്രഷൻ എത്തുക. ഈ ഡിലേഡ് ആണെങ്കിൽ ചില സമയത്ത് ഗൾഫിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകാറുണ്ട്. ആദ്യം സംസാരം വരും, അല്ല വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പിന്നീടായിരിക്കും എക്സ്പ്രഷൻ വരിക. എന്നതുപോലെ ആകരുത് നമ്മുടെ എക്സ്പ്രഷൻസും നമ്മുടെ ജെസ്റ്റേഴ്സും. നമ്മുടെ വേർഡ്സിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ എക്സ്പ്രഷൻസ് കടന്നു വരേണ്ടത്. സോ സൈമിൾട്ടേനിയസ്ലി നടക്കേണ്ട ഒരു വർക്കാണ് ഈ ഒരു ഹാൻഡ് ജെസ്റ്റേഴ്സിന്റെ ഒരു ആവിഷ്കാരം എന്നുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിക്കുന്ന, ഷഫീദ കേൾക്കുന്നുണ്ടോ? ഷഫീദ ജോയിൻ, വോയിസ് കണക്ട് ആയിട്ടില്ലല്ലോ. ഓക്കെ, സോ ദ നമ്പർ 1, സജിന കാണുന്നില്ലേ? നമ്മുടെ PPT കാണുന്നില്ലേ? കാണുന്നുണ്ട് അല്ലെ? ഓക്കെ, സോ നമ്പർ 1, കൗണ്ടിങ് ഓർ ലിസ്റ്റിംഗ് ജെസ്റ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഈ കൗണ്ടിങ്ങും ലിസ്റ്റിങ്ങും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ജെസ്റ്റർ ഉപയോഗിക്കുക എന്നുള്ളത്. യൂസ് ടു ലിസ്റ്റ് ഐറ്റംസ് ഓർ എംഫസൈസ് ന്യൂമറിക്കൽ ഡാറ്റ എന്നുള്ളത്. അപ്പോ നമ്മളിപ്പോ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ 3 key points എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 3 key points എന്ന് പറയാം. സോ ഇവിടെ എന്താണ്? നമ്മുടെ ആ കൗണ്ടിങ് നമ്മുടെ വിരലിലേക്ക്, ഫിംഗറിലേക്ക് വന്നു എന്നുള്ളതാണ്. ഓക്കെ, കൗണ്ടിങ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 3 key points എന്ന് പറയാം. സോ ഇതാണ് കൗണ്ടിങ് ഓർ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ, നമ്പർ 2 ബോഡി, ആൻഡ് നമ്പർ 3 കൺക്ലൂഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി? നമ്മൾ ലിസ്റ്റ് ചെയ്തു അല്ലെ? കൗണ്ടിങ് നമ്മളെ വിരലിൽ തന്നെ നമ്മൾ ചെയ്യാണ്. നമ്മൾ ഷോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് 3 points. നമ്പർ 1 ഇൻട്രൊഡക്ഷൻ, നമ്പർ 2 ബോഡി, ആൻഡ് നമ്പർ 3 കൺക്ലൂഷൻ. സോ നമ്മുടെ വിരലിൽ തന്നെ നമ്മൾ എന്ത് ഷോ ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? നമ്മൾ അതിനെ കൗണ്ട് ചെയ്യാണ്, ലിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇതാണ് നമ്പർ 1 ഹാൻഡ് ജെസ്റ്റർ. ആൻഡ് വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ, ഹാർട്ട് ജെസ്റ്റർ എന്നത്. ഓക്കെ, സോ ചില സമയത്ത് എന്താണ്, വളരെ വികാരപരമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്
അല്ലെ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെ? ഐ ആം ടോക്കിംഗ് ഫ്രം മൈ ഹാർട്ട് അല്ലെ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ദാ കൈ ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവെക്കുക. ഓക്കെ, ഇവിടെ കൊണ്ടിങ്ങനെ വെക്കുക. കാണുന്നില്ല നിങ്ങള് അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? അതേപോലെ തന്നെ ചില ആളുകളോട് അല്ലെ, നീ എനിക്ക് ഇത്രയും വേണ്ടപ്പെട്ടവനാണ് എന്ന് പറയുന്ന സമയത്ത് അല്ലെ, യു ആർ സോ ഇമ്പോർട്ടൻറ്റ് ടു മീ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹാർട്ടിന്റെ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒന്ന് കാണിക്കാം. അതാണ് ഹാർട്ട് ജെസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ ഞാൻ നേരത്തെ പറയാം, റിപ്പീറ്റിംഗ്, എംഫസൈസിങ് അല്ലെ? നമ്മൾ പറയുന്ന വേർഡ്സിനെ എംഫസൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക അല്ലെ? ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ യു ആർ സോ ഇമ്പോർട്ടൻറ്റ് ടു മീ എന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്ന സമയത്തൊക്കെ അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക? കൈ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നുള്ളത്. ചില ആളുകളൊക്കെ അല്ലെ, ചില ആളുകള് എന്താ, നമ്മൾ പറയുന്ന ചില ഫീഡ്ബാക്കുകൾ അല്ലെ, ഈ ഫീഡ്ബാക്കുകൾ പറയുന്ന സമയത്ത് എന്താണ്, വളരെ മനോഹരമായ ഫീഡ്ബാക്കുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒന്നും പറയില്ല. നമ്മളെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തല ഒന്ന് കുടിച്ചിട്ട് ഇതാ ഇതിങ്ങനെ വെക്കും അല്ലെ? അങ്ങനെ പറയാറില്ലേ? ഇതെന്താ അതെന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഇത് അത് ഇവിടെയാണ്. ആ ഒരൊറ്റ ആ ഒരു ആക്ഷൻ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ സ്റ്റുഡൻസിനൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അത്രയും മനോഹരമായിട്ടുള്ള എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദിസ് ഹാൻഡ് ജെസ്റ്റർ. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് തലൊന്നിങ്ങനെ ഒന്ന് കുനിച്ചു കൊടുത്താൽ ഇറ്റ് വിൽ ബി വണ്ടർഫുൾ. ഓക്കെ, സോ എന്താണ് ഹാർട്ട് ജെസ്റ്റർ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. Okay, and next we are going to discuss UIV gesture. Okay, so UIV gesture. അപ്പോ യു എന്ന് പറയുന്ന സമയത്ത് അല്ലെ, യു. ഓക്കെ, യു എന്ന് നമ്മൾ ഇങ്ങനെയാണ് പറയുക, യു യു. പിന്നെ ഐ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ നമ്മളുടെ മേലേക്കെയാണ് പറയുക, ഐ. ആൻഡ് വി എന്നുള്ളതിന് ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, സോ യു, ഐ ആൻഡ് വി. സോ ഇത് നമ്മൾ പലപ്പോഴും യു തിങ്ക് ലൈക്ക് ദിസ് എന്ന് നമ്മൾ പറയും. യു തിങ്ക് ലൈക്ക് ദിസ്, ഐ തിങ്ക് ലൈക്ക് ദിസ് ആൻഡ് വി തിങ്ക് ലൈക്ക് ദിസ് എന്നുള്ളത്. സോ ഈ ഒരു ഹാൻഡ് ജെസ്റ്റർ അല്ലെ, നമ്മൾ പല സമയങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഹാൻഡ് ജെസ്റ്റർ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, എ ടൈനി ബിറ്റ് ജെസ്റ്റർ എന്നുള്ളത് അല്ലെ, ഒരു എ സ്മോൾ പ്രോബ്ലം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ കാണിക്കാം, എ സ്മോൾ പ്രോബ്ലം. ഓക്കെ, എ സ്മോൾ പ്രോബ്ലം എന്ന് പറയുന്നതും എ സ്മോൾ പ്രോബ്ലം എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റിപ്പീറ്റിംഗ് യുവർ വേർഡ്സ്. നിങ്ങൾ പറയുന്ന അല്ലെ, ഒരു 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 ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ പറയലുമായി ഓട്ടോമാറ്റിക്കലി എന്തായി, നമ്മുടെ കൈ കൊണ്ട് സ്മോൾ പ്രോബ്ലം. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഗദർ ജസ്റ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് കം ടുഗദർ ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ. ഓക്കെ, ലെറ്റ്സ് കം എന്ന് നമ്മൾ പറയാം. ടുഗദർ, നമ്മൾ ഒരുമിച്ച് എന്നുള്ളതിന്റെ അർത്ഥമാണ് ലെറ്റ്സ് ടുഗദർ, ലെറ്റ്സ് കം ടുഗദർ. ഓക്കെ, എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടുഗദർ ജസ്റ്റ്. ഓക്കെ, ടുഗദർ എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, നമ്മൾ ഒരുമിച്ച് നമുക്ക് നിൽക്കണം, നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് ടുഗദർ ജെസ്റ്റർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ലെവലിംഗ് ജെസ്റ്റർ എന്നുള്ളത്. ലെവലിംഗ് ജെസ്റ്റർ ഒക്കെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ലെവല് പറയുന്ന സമയത്ത് അല്ലെ, ലെവല് പറയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജെസ്റ്റർ ആണ് ലെവലിംഗ് ജെസ്റ്റർ. ടു ഷോ ലെവൽ ഓഫ് സംതിങ്. ഇപ്പോ നമ്മൾ ഹൈ, ആവറേജ്, ലോ അല്ലെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഹൈ ലെവൽ, അതേപോലെ തന്നെ ആവറേജ് ലെവൽ, ലോ ലെവൽ. നമുക്ക് ഹൈ മാർക്ക് മേടിക്കണം അല്ലെ, ലോ മാർക്ക് പോരാ. നമുക്ക് എല്ലാവർക്കും
ഹൈ ലെവൽ മാർക്ക് മേടിക്കാനാണ് ആഗ്രഹം അല്ലേ? നമ്മൾ കുട്ടികളോട് ചോദിക്കൂല്ലേ? അപ്പൊ ഞാനിപ്പോ അത് പറയാതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും ഹൈ ലെവൽ മാർക്ക് മേടിക്കണം എന്ന് പറയുന്നതും നമുക്കെല്ലാവർക്കും ഹൈ ലെവൽ മാർക്ക് മേടിക്കണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഹൈ, അതേപോലെ തന്നെ ആവറേജ്, ലോ എന്നൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ലെവലിംഗ് ജെസ്ചർ ഉപയോഗിക്കും. അപ്പൊ അതങ്ങനെ പറയുന്ന സമയത്ത് കുറച്ചുകൂടി എന്തായി, അവർക്ക് കുറച്ചുകൂടി മനസ്സിലായി, കുറച്ചുകൂടി നമ്മൾ അട്രാക്റ്റീവായി, നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് ബോണ്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി, അവരുമായിട്ട് ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് ലെവലിംഗ് ജെസ്ചർ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ, പോയിന്റിങ് വിത്ത് കോഷൻ ജെസ്ചർ എന്നുള്ളത്. ഓക്കെ, പോയിന്റിങ് വിത്ത് കോഷൻ ജെസ്ചർ. ലെറ്റ് മീ ടെൽ യു ദിസ്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് പോയിന്റിങ്, ഒരു പോയിന്റ്, നമ്മൾ ഒരിക്കലും ഇങ്ങനെ പോയിന്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ സംസാരങ്ങളിൽ ഒരു കാരണവശാലും, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, പല ആളുകളും സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പോയിന്റ് ഒരാളുടെ നേരെ നമ്മൾ നീട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇങ്ങനെ ചില സമയത്ത് ചില ആളുകൾ ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് കാണാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വിരല് ചൂണ്ടി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഒരു ബാഡ് ബിഹേവിയർ ആണ്. സോ ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഈവൻ ചില ആളുകൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ അത് ഒരുപക്ഷെ കുട്ടികളും കണ്ടുപഠിക്കും, അത് പിന്നീട് ആ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഒരു കാരണവശാലും പോയിന്റിങ് എന്നുള്ളത് അവരുടെ നേരെ നമ്മൾ പിന്നെ ഉണ്ടാകാൻ പാടില്ല. അവരെ നേരക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാതെ, അതിന് പകരം നമ്മൾ ഇങ്ങനെ, അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് ചെയ്യുക. ഓക്കെ, പോയിന്റ് വിത്ത് കോഷൻ ജസ്റ്റ് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ലെറ്റ് മീ ടെൽ യു ദിസ് എന്നുള്ള രൂപത്തിൽ എന്താണ് ഇങ്ങനെയാണ് കാണിക്കുക. ഒരു കാരണവശാലും ഇത് അങ്ങോട്ട് പോയിന്റ് ഒരാളുടെ നേരക്ക് ചൂണ്ടാൻ നമുക്ക് അധികാരമില്ല. മാത്രമല്ല അത് ആരും ഇഷ്ടപ്പെടുകയില്ല. സോ നമ്മളുടെ ട്രെയിനിങ്ങിൽ ഒരു കാരണവശാലും നീ പറയ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, നീ പറയ് എന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ നമ്മൾ ഇനി അത്രയും പൊളൈറ്റ് ആണെങ്കിൽ പോലും കുഡ് യു ടെൽ ദിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ എന്താണ്, നമ്മുടെ ഹാൻഡ് ജെസ്റ്റർ പോയി. അപ്പൊ ഒരാളുടെ നേരക്ക് കൈ നീട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോ ലെറ്റ് മീ ടെൽ യു ദിസ് എന്ന് പറയുന്ന പോലെ ഞാനൊരു കാര്യം പറയട്ടെ, പോയിന്റ് ദിസ് കോഷൻ ജെസ്റ്റർ, പോയിന്റിങ് വിത്ത് കോഷൻ ജെസ്റ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സോ ഇനി എട്ടാമത്തത് ദിസ് ആൻഡ് ദാറ്റ് ജെസ്റ്റർ എന്നുള്ളത്. ഓക്കെ, ദിസ് ആൻഡ് ദാറ്റ് ജെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയും അവിടെയും, അല്ലെ, ഹിയർ ആൻഡ് ദയർ. ഓക്കെ, ഇവിടെയുള്ള നിങ്ങളും ഇവിടെയുള്ള നിങ്ങളും എന്ന് പറയാം. അതല്ലെങ്കിൽ ഇവിടെയും അവിടെയും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു കൈ ഇങ്ങോട്ട്, ഹിയർ ആൻഡ് ദയർ, അല്ലെ. ഹി ആൻഡ് ഷീ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രണ്ട് കൈ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും പോവാം. അതേപോലെ തന്നെ ദിസ് ടീം, അപ്പോ നമ്മളിപ്പോ ടീം രണ്ട് ഗ്രൂപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ടീം എ ഇതാണ്, ടീം ബി ഇതാണ്. സോ നമ്മൾ അല്ലെ പറയുന്ന സമയത്ത്, ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി വന്നു അല്ലെ, ടീം എ, ടീം ബി, അല്ലെ. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ആ കൈകൾ കൃത്യമായിട്ട് അവിടെയും ഇവിടെയും, അല്ലെ, കമ്മ്യൂണിസ്റ്റ് ആൻഡ് കോൺഗ്രസ്, അങ്ങനെ നമുക്ക് എന്താ തരംതിരിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ജെസ്റ്റർ ആണ് ദിസ് ആൻഡ് ദാറ്റ് ജെസ്റ്റർ എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മറ്റൊന്ന് പ്രോംപ്റ്റിംഗ് ജെസ്റ്റർ. പ്രോംപ്റ്റിംഗ് ജെസ്റ്റർ ഓക്കെ, വളരെ ആകർഷണീയമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ മടി കാണിക്കരുത്, നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടുക കേട്ടോ. കാരണം ഈ പ്രോംപ്റ്റിംഗ് ജെസ്റ്റർ ഒക്കെ വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രോംപ്റ്റിംഗ്, റൈസ് യുവർ ഹാൻഡ്സ്. ഇപ്പോ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൗ മെനി ഓഫ് യു ആർ ഹിയർ, നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ട്, അല്ലെ. ചില സമയത്ത് ചിലപ്പോ ഇങ്ങനെ ഉറക്കത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഹൗ മെനി ഓഫ് യു ആർ ഹിയർ എന്ന് ഞാൻ വെറുതെ ചോദിക്കുന്നതും ഹൗ മെനി ഓഫ് യു ആർ ഹിയർ
എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊക്കിയിട്ട് അപ്പൊ അവിടെ പ്രോംപ്റ്റിംഗ് ആണ്. പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്തായി, എല്ലാവരും കൈപൊക്കി അല്ലെ. അതേപോലെ തന്നെ ഹൗ മെനി ഓഫ് യു ആർ റെഡി. അതേപോലെ തന്നെ ചില സമയത്ത് ചില കുട്ടികളോ ചില പിന്നെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവരോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വളരെ മനോഹരമായിട്ട് പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വാവ് ഗിവ് എ ക്ലാപ്പ് ടു ഹിം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാപ്പ് ചെയ്യണം. സോ എവരിവൺ ഷുഡ് സ്റ്റാർട്ട് അല്ലെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സോ ഇതാണ് പ്രോംപ്റ്റിംഗ് ജെസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് കാണിക്കുക, അതിനനുസരിച്ച് ബാക്കിയുള്ളവർ ചെയ്യും. എല്ലാവരും കൈ ഉയർത്തു എന്ന് പറയുന്നതും അല്ലെ എല്ലാവരും കൈ ഉയർത്തു എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സോ എന്താണ് റൈസ് യുവർ ഹാൻഡ്സ്. അപ്പോ പ്രോംപ്റ്റിംഗിൽ വരുന്ന റൈസ് യുവർ ഹാൻഡ്സ് ആകാം, ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആകാം, അങ്ങനെ തുടങ്ങിയിട്ട് എന്തും പ്രോംപ്റ്റ് ചെയ്യാം അല്ലെ. അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതേപോലെ തന്നെ മറ്റൊന്ന് ട്രയാങ്കിൾ ഹാൻഡ് ജെസ്റ്റർ. ഓക്കെ, ട്രയാങ്കിൾ ഹാൻഡ് ജെസ്റ്റർ നമ്മൾ എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വെക്കാറുണ്ട് നമ്മൾ പലപ്പോഴും. നമ്മൾ അതല്ലെങ്കിൽ ഇതിങ്ങനെ വെക്കും അല്ലെ. നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ വെക്കാറുണ്ട്. ഇതിൽ കണ്ട നിങ്ങൾ കാണിച്ച പോലെ നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഈ വാർത്താ അവതാരകരൊക്കെ കൂടുതലായിട്ട് വെക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇത് പലതരത്തിൽ ഇതിനെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹാൻഡ്സ്, നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ചില ഫ്രീക്വൻസികൾ രൂപപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും റെസ്റ്റ്, നമ്മുടെ കൈകൾ റെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ജേർണലിസ്റ്റുകൾ, റിപ്പോർട്ടേഴ്സ് ഒക്കെ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇതിങ്ങനെ വെക്കും. നമ്മൾ സംസാരിച്ച് പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് ഇപ്പൊ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വന്നോളണമെന്നില്ല. ബട്ട് നമ്മൾ നിന്നിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഏറെക്കുറെ ആളുകളും കൈ റെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പൊസിഷൻ കുറെ ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പല ആളുകളുടെയും സംസാരത്തിന്റെ അതേപോലെ തന്നെ അവരുടെ വിജയത്തിന്റെ രഹസ്യമൊക്കെ ആയിട്ട് പല ആളുകളും ഇങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാറുണ്ട്. സോ ട്രയാങ്കിൾ ഹാൻഡ് ജെസ്റ്റർ അല്ലെ. അപ്പൊ അത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പിന്നെ മാത്രമല്ല ഇതിന് പിന്നെ മറ്റൊരു എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെ. എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇപ്പൊ നമ്മളത് കൈ ഏറ്റവും അടിയിൽ പിന്നെ ഫ്രീ ആയിട്ട് ഇടുകയാണെങ്കിൽ പിന്നെ അതിനെ നമുക്ക് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ ഒരു ടൈം എടുക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടിയും എളുപ്പത്തിന് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോ കീശയിലൊക്കെ കൈയിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് കീശയിൽ നിന്ന് കൈയെടുത്ത് കൊണ്ടുവന്ന് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമൊക്കെ വരും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഹാൻഡ് ജെസ്റ്ററിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൾ എടുത്ത് കൊണ്ടുവരാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു എളുപ്പം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനഫ് ജെസ്റ്റർ എന്നുള്ളതാണ് അല്ലെ. ഇനഫ് ജെസ്റ്റർ, മതി എന്നുള്ളതിന് ഇനഫ് എന്നുള്ളത് മതി കേട്ടോ. കുറച്ച് ഒരു 10 പേര് കടന്നു വന്നേ അല്ലെ. 10 പേര് കടന്നു വന്നേ. ഇതൊക്കെ ജസ്റ്റേഴ്സ് ആണ് അല്ലെ വരാൻ പറയുന്നത് അല്ലെ. ഒരു 10 പേര് വന്നേ എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ ആളുകൾ ഇങ്ങനെ കടന്നു വരും. ഓക്കെ മതി ഇനഫ്. ഇത്ര പേര് മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ആളുകളായിട്ടുണ്ട്, ഇനി ആളുകൾ വരേണ്ട ആവശ്യമില്ല. സോ ഇനഫ് ജസ്റ്റ്. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാണിക്കുന്നു. അതേപോലെ തന്നെ ഇനഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഇത്ര മതി കേട്ടോ എന്ന് പറയാം നമുക്ക് ഇനഫ്. അതേപോലെ തന്നെ ഹൂ കെയേഴ്സ് ജെസ്റ്റർ. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്പീച്ചിലാകാം, ട്രെയിനിങ്ങിലാകാം, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഹൂ കെയേഴ്സ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ സാധാരണ നമ്മുടെ സംസാരത്തിലൊക്കെ ഹൂ കെയേഴ്സ് പറയാറില്ലേ? നിങ്ങൾ പറയാറുണ്ടോ? ഹൂ കെയേഴ്സ് പറയാറുണ്ടോ? ഇതൊക്കെ ആര് നോക്കണ്, ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ എന്ന് നമ്മൾ പറയാറുണ്ടോ? കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോ ഹൂ കെയേഴ്സ് എന്നുള്ളത് ഇതിങ്ങനെ നമ്മളിങ്ങനെ സാധാരണ ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു, ആര് ശ്രദ്ധിക്കാൻ, ആരും ശ്രദ്ധിക്കാറില്ല എന്നൊക്കെയുള്ള രൂപത്തിലാണ് ഹൂ കെയേഴ്സ് ജെസ്റ്റർ വരാ. അതേപോലെ തന്നെ കരാട്ടെ ചോപ്പ് ജെസ്റ്റർ. ഓക്കെ, കരാട്ടെ ചോപ്പ് ജെസ്റ്റർ. ഇത് നമ്മൾ ഒരു കാര്യം നമ്മൾ സംസാരിച്ച്
അത് നമ്മൾ എന്തായിരുന്നാലും നമ്മൾ ചെയ്യും എന്ന് പറയുന്നതിനെയാണ് കരാട്ടെ, അല്ലെ? ഇത് അതിനെ ഇങ്ങനെയാണ് കാണിക്കുക നമ്മൾ. ഓക്കെ, ഇങ്ങനെ കാണിക്കും. ടുഡേ ഐ എം ഗോയിങ് ടു ഷോ യു. ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ഒരു സിനിമകളിലോ ഒക്കെ ഡോക്യുമെന്ററികളിലോ ഒക്കെ അല്ലെങ്കിൽ ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ സ്പീച്ചിലൊക്കെ പലപ്പോഴും പൊളിറ്റീഷ്യൻസ് ഒക്കെ സംസാരിക്കുന്നു. ടുഡേ ഐ എം ഗോയിങ് ടു ഷോ യു, അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ഡു ഇറ്റ് ടുഡേ, ഇറ്റ് മസ്റ്റ് ഡു ഇറ്റ് ടുഡേ എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈ കരാട്ടെ ചോപ്പ് ജസ്റ്റർ നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ കുറച്ചും കൂടി കണിശമായിട്ട് നമ്മൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും കരാട്ടെ ചോപ്പ് ജസ്റ്റർ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. ഇനി ബാക്ക് ഓഫ് ദ ഹാൻഡ് സ്ലാപ്പ് ജസ്റ്റർ. ഓക്കെ, അതായത് അത് ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, അതായത് ബാക്ക് ഓഫ് ദ ഹാൻഡ് ഇവിടെ എങ്ങനെ കാണിക്കും? ഐ വാണ്ട് ടു ടെൽ യു സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കാണിക്കും. ഹേയ് ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. അതാണ്. ഓക്കെ, ഹേയ് അല്ലെങ്കിൽ ഹേയ് നമ്മൾ ഇങ്ങനെ പറയും. ഹേയ് ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താണ് ബാക്ക് ഓഫ് ദ ഹാൻഡ്സ് നമ്മൾ സ്ലാപ്പ് ചെയ്യുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രൂപത്തിലാണ് ആ ഒരു ഹാൻഡ് ജസ്റ്റർ വരുന്നത്. ഇനി മറ്റൊന്ന് സ്റ്റോപ്പ് ജസ്റ്റർ. ഓക്കെ, ഡോണ്ട് ഡു ഇറ്റ് എന്നുള്ള രൂപത്തിൽ അത് ഇങ്ങനെയാണ് കാണിക്കുക. ഒറ്റ കൈ കൊണ്ടാണ് സ്റ്റോപ്പ് എന്ന് പറയുക. മറ്റേത് ഇനഫ് ആണ്. ഓക്കെ, ഇനഫ് രണ്ട് കൈ കൊണ്ടും കാണിക്കുന്നു. സ്റ്റോപ്പ് ഇതാ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ടാണ്. ഡോണ്ട് ഡു ഇറ്റ്. ഓ അത് ചെയ്യല്ല കേട്ടോ, അത് ചെയ്യല്ലേ എന്ന് നമ്മൾ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കില്ല. അത് ചെയ്യല്ലേ എന്ന് പറയില്ല. മറ്റേത് ഇനഫ് ആണ്. ഇനഫ് രണ്ട് കൈ കൊണ്ട് കാണിക്കുന്നു. ആൻഡ് സ്റ്റോപ്പ് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പിന്നെ നമ്മുടെ ഓഡിയൻസ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അധികം സംസാരിക്കല്ലേ കേട്ടോ. കൂടുതൽ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ സ്റ്റുഡൻസിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു സ്റ്റോപ്പ് ജസ്റ്റർ. ഓക്കെ, അതേപോലെ തന്നെ റബ്ബിംഗ് ഹാൻഡ്സ് ജസ്റ്റർ. റബ്ബിംഗ് ഹാൻഡ്സ് ജസ്റ്റർ എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ റബ്ബ് ചെയ്യുക എന്നുള്ളതാണ് റബ്ബിംഗ് ഹാൻഡ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കാണിക്കുന്ന സാധനം. ഇതിന് നമുക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന സമയത്താണ് ഈ റബ്ബിംഗ് ഹാൻഡ്സ് ചെയ്യുക. ടുഡേ യു ആർ ഗോയിങ് ടു ലേൺ സംതിങ്. ഓക്കെ, നേരത്തെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഹേയ് ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ സ്ലാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെ സംതിങ് നമ്മൾ നൽകുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ. നമ്മൾ ഇന്നൊരു പുതിയ കാര്യം നമ്മൾ പഠിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റബ്ബിംഗ് ഹാൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊന്നാണ് ഫിംഗർ പോയിന്റ് അപ്പ് ജസ്റ്റർ എന്നുള്ളത്. ഓക്കെ, ഫിംഗർ പോയിന്റ് അപ്പ് ജസ്റ്റർ എന്നുള്ളത് ഞാൻ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നിനോട് സാമ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. ഐ ഗോട്ട് എൻ ഐഡിയ. ഓക്കെ, നമ്മൾക്കൊരു ഐഡിയ കിട്ടി എന്നുണ്ടെങ്കിൽ ഈ ഫിംഗർ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു ഐഡിയ ഉണ്ട്, അതല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയാൻ പോകുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ ഈ ഫിംഗർ നമുക്ക് എന്താ പോയിന്റ് അപ്പ് ചെയ്യാം. അങ്ങനെ പോയിന്റ് അപ്പ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് അപ്പാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഫിംഗർ നമ്മുടെ ഓഡിയൻസിന്റെ നേരെ നീട്ടാൻ പാടില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് ഇങ്ങനെ പറയാൻ പാടില്ല. ഫിംഗർ പോയിന്റ് അപ്പ് ജസ്റ്റർ എന്നാണ്. ഐ ഗോട്ട് ആൻ ഐഡിയ അല്ലെ, ഞാനൊരു കാര്യം പറയാൻ പോവാണ് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഹാൻഡ് ജസ്റ്റർ നമുക്ക് കൊണ്ടുവരാം. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുന്നതാണ് പാം അപ്പ് ആൻഡ് പാം ഡൗൺ ജസ്റ്റർ എന്നുള്ളത്. പാം അപ്പ് ആൻഡ് പാം ഡൗൺ. പാം അപ്പ് എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ജസ്റ്റർ ആണ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പാം അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയുടെ ഉൾവശം, ഈ കൈയിന്റെ ഉൾവശമാണ് എപ്പോഴും പോസിറ്റീവ് സൈഡ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഇതൊരു പൊളൈറ്റ്നെസിന്റെ ഒരു സിമ്പലാണ് ഈ കൈ എന്ന് പറയുന്നത്. കൈയിന്റെ ഉൾവശം, പുറകുവശമല്ല. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, കൈയിന്റെ പുറകുവശം ഞാൻ നിങ്ങളെ കാണിക്കുമ്പോഴും
കൈയിന്റെ ഉൾവശം കാണിക്കുമ്പോഴും തമ്മിൽ നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കൈയിന്റെ ഉൾവശം കാണിക്കുക, പാം അപ്പ്, അങ്ങനെയാണ് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൈ തുറന്നിട്ടുള്ള സംസാരമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. കൈ തുറക്കാന്ന് പറഞ്ഞാൽ കൈയിന്റെ ഈ ഉൾവശം കാണിക്കുക എന്നുള്ളത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു പൊളൈറ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഹാൻഡ്സ് അപ്പ് എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ഹാൻഡ്സ് അപ്പ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെയാണ്, അതായത് എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒരു ഒരു ദയനീയ അവസ്ഥയുടെ കാണിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാണ്, എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ ഹാൻഡ്സ് അപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചു നിൽക്കും അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള ഒരു പൊളൈറ്റ്നെസിന്റെ അല്ലെ, പാമപ്പ് എന്ന് പറയുന്നത് നമ്മള് പിന്നെ പല സ്പീക്കേഴ്സും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും അവരുടെ കൈ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവര് ഈ പാമപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അവർ സംസാരിക്കുക. സോ പാമപ്പ് ഓൾവേസ് ഈസ് പൊളൈറ്റ്. ആൻഡ് പാം ഡൗൺ എന്നുള്ളത് അല്ലെ, പാം അപ്പ് ചെയ്യുക, അതായത് ഉയർത്തി സംസാരിക്കുക എന്നുള്ളത് എപ്പോഴും എന്താണ്, പൊളൈറ്റ്നെസിന്റെ. പാം ഡൗൺ ചെയ്യുക, താഴ്ത്തി സംസാരിക്കുക എന്നുള്ളത്. ഓക്കെ, പാം ഇത് കാണിക്കലും ഉയർത്തലും എന്താണ്, പൊളൈറ്റ്നെസ് ആണ്. എന്നാൽ ഡൗൺ ആക്കിയിട്ട് സംസാരിക്കുക. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ അടിയിൽ നിന്നിട്ട്, അടിയിലാണ് നമ്മുടെ കൈകൾ കിടന്ന് ചലിക്കുന്നത്. നമ്മുടെ ഒരിക്കലും നമ്മുടെ അരയ്ക്കും മീതെ വരുന്നില്ല, കൈ അടിയിലാണ് കിടക്കുന്നതെങ്കിൽ അത് ഒതോറിറ്റിയാണ്. ഒതോറിറ്റിയുടെ ആണ് പലപ്പോഴും എന്ത്, പാം ഡൗൺ ചെയ്യുക, അടിയിലേക്കും കാണിക്കുക. ഇപ്പൊ നമ്മള് നേരത്തെ മുകളിലേക്ക് കാണിക്കുക എന്ന് പറഞ്ഞു, അടിയിലേക്ക് കാണിക്കുക എന്നുള്ളത് അല്ലെ. നമ്മളിപ്പോ ഒരു സംഭവം നമ്മൾ ചെയ്യണമെന്ന് ഒരാളോട് പറയുമ്പോൾ നമ്മൾ മേശയിൽ അടിക്കും അല്ലെ, യു ഹാവ് ടു ഡു ഇറ്റ് എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ അതെന്താണ്, കൈ അടിയിലേക്ക് താത്തലാണ്. താത്തുന്ന സമയത്ത് അതെന്താണ്, അത് അതോറിറ്റിയാണ്. യു ഹാവ് ടു ഡു ഇറ്റ് ടുഡേ എന്ന് നമ്മൾ പറയില്ലേ. ഇന്ന് തന്നെ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യണം, ബോസ് അല്ലെ. കമ്പനിയിൽ എന്തെങ്കിലും വർക്ക് വന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അടിക്കും, ഡെസ്കിൽ അടിച്ചിട്ട് സംസാരിക്കും. അതെന്താണ്, കൈ അടിയിലേക്ക് പോകണം, അതോറിറ്റിയാണ്, ഡോമിനൻസ് ആണ് അവിടെ. എന്നാൽ പാം അപ്പ് ചെയ്യുന്ന സമയത്ത്, പാം അപ്പ്, കൈ മുകളിലേക്ക് പൊന്തും തോറും, കൈയിന്റെ ഉൾവശം കാണിക്കും തോറും അതെന്താണ്, അത് പൊളൈറ്റ് ആണ്, അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജെസ്ചർ ആണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് പരമാവധി കൈ ഉയർത്തിയിട്ട് സംസാരിക്കാം. ഒരു കാരണവശാലും നമ്മൾക്ക് പലപ്പോഴും തോന്നും കൈ എങ്ങനെയാ ഉയർത്താന്നുള്ളതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, കൈ അടിയിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കും. കൈകൾ അലങ്ങുന്നുണ്ടാകും, ആക്ഷൻസ് കാണിക്കുന്നുണ്ടാകും, പക്ഷെ അതൊക്കെ എന്താണ്, താഴെ നിന്നിട്ടായിരിക്കും. പക്ഷെ അത് എന്താണ്, ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാക്കുക. അപ്പൊ കൈ എന്താണ്, പൊങ്ങണം, കൈ പൊങ്ങണം, കൈന്റെ ഉൾവശം കാണിക്കാൻ പറ്റണം. അപ്പൊ അതെന്താണ്, കൂടുതൽ പൊളൈറ്റ് ആയിട്ട് ആളുകൾ ഫീൽ ചെയ്യും. ആ രൂപത്തിൽ നമുക്ക് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് വേവിങ് ജെസ്ചർ എന്നുള്ളതാണ്. വേവിങ് ജെസ്ചർ എന്താണ്? വേവിങ് ജെസ്ചർ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ട്രെയിനിങ് സെഷനിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് അല്ലെ, അവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് ഹായ് അല്ലെ, എത്ര രസമുണ്ട് ഹായ്. ഇപ്പൊ നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് ഹായ് എന്ന് പറയുന്നത്, ഹായ് എന്ന് പറയുന്നത് നമ്മള് വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവര് അഭിവാദ്യം ചെയ്യുന്ന നമ്മൾ എപ്പോഴും നോക്കിക്കോ, അവരങ്ങനെയാണ് ചെയ്യുക, ഹായ് എന്ന് പറയും. പക്ഷെ നമ്മൾ പലപ്പോഴും ഹായ് എന്നാ പറയുള്ളൂ അല്ലെ. ഹായ് എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ഇതുണ്ട്. അതേപോലെ തന്നെ നമ്മള് ഇപ്പോ പിന്നെ അതേപോലെ തന്നെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്, ക്ലാസ് എടുത്ത് പോകുന്ന സമയത്ത്, ഗുഡ് ബൈ പറയുന്ന സമയത്ത്, ഇപ്പൊ ഈവൻ ഓൺലൈൻ ആണെങ്കിൽ പോലും ഗുഡ് ബൈ എന്ന് പറയുന്ന സമയത്ത് കൈ ഇങ്ങനെ കാണിക്കുക. നമുക്കറിയാം, നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെയാണ് അങ്ങനെ ടാറ്റ കൊടുക്കുക. അപ്പൊ നമ്മളൊരു വീട്ടിൽ പോയി തിരിച്ച് കാറിലൊക്കെ കയറി പോകുന്ന സമയത്ത് നമുക്കൊരു അല്ലെ, ഹായ് ബൈ ബൈ, ഇതിനൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നെ ഈ ട്രെയിനിങ്ങിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികളോട് ഹായ് പറയാം. അതേപോലെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഗുഡ് ബൈ പറയാം, തിരിച്ചു പോരുന്ന സമയത്ത് ഗുഡ് ബൈ പറയാം. അതേപോലെ തന്നെ മീൻവൈൽ നമുക്ക് ചെയ്യാം, യാത്ര ചെയ്ത് പിന്നെ വീടുകളിലേക്ക് പോയി പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ചെയ്യാം, കുട്ടികളോട് ചെയ്യാം അല്ലെ. കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ബൈ ബൈ കൊടുക്കാം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. ഒരു വേവിങ് അല്ലെ, വേവിങ് കൊണ്ട്, അതാണ് അത് വേവിങ് ജെസ്റ്റർ എന്ന് പറയുന്നത്. സോ വേവിങ് ജെസ്റ്റർ
We have to use it. And the next one എന്താണ്? Thumbs up gesture അല്ലെ? Thumbs up എന്താ? Thumbs up താനെന്താ? ഇതന്നെ, റൈറ്റ് അല്ലെ? അടിപൊളി, ഗുഡ് ജോബ് എന്ന് പറയുന്നതാണ്. ചില സമയത്ത് ഓൺലൈനിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ ഈവൻ വോയിസ് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോയിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ദെൻ എന്താണ്? ഇറ്റ് മീൻസ് ഗുഡ് ജോബ്, അതല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കും അല്ലെ? അടിപൊളി, സൂപ്പർ എന്ന് പറയും. സോ ഇതെന്താണ്? തംസപ്പിന്റെ മറ്റൊന്നാണ് എന്ത്? സൂപ്പർ. ഇങ്ങനെ നമ്മൾ കാണിക്കുന്നത് അടിപൊളി, അടിപൊളിയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അതേപോലെ തന്നെ നെക്സ്റ്റ് സർക്കിൾ ജസ്റ്റർ അല്ലെ? സർക്കിൾ ജസ്റ്റർ നമ്മൾ ഒരുപക്ഷെ ട്രെയിനിങ്ങിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കല്ല, പക്ഷെ ഫണ്ണി ആയിട്ടുള്ള ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കും സർക്കിൾ ജസ്റ്റർ. നമ്മൾ എന്താ പറയാ? ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നിങ്ങൾ പറഞ്ഞ ഇതിനെന്താ നമ്മൾ പറയാ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ഇതിനെന്താ പറയാ? നമ്മള് ആൾക്ക് എന്താണെന്ന് പറയാ? നിങ്ങളില്ലേ അവിടെ? കേൾക്കുന്നില്ലേ? എന്താണെന്ന്? വട്ടാണെന്ന് പറയും. ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ, വട്ടാണെന്ന് പറയും അല്ലേ? ആൾക്ക് ഇത്തിരി ലൂസ് ആണെന്ന് പറയും അല്ലെ? അല്ലെങ്കിൽ ആളിത്തിരി ക്രേസി ആണെന്ന് പറയും. അപ്പൊ അതിനെ കാണിക്കുന്ന സംഭവമാണ് എന്ത്? ഇങ്ങനെ. ഇപ്പോ നമ്മളൊരു കഥ പറയുന്ന സമയത്തൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെ കാണിക്കുക. അപ്പൊ എന്താണ്? അപ്പൊ ബാക്കി അവര് പറഞ്ഞോളും. അദ്ദേഹത്തിന് ഇത്തിരി ഇങ്ങനെ കാണിച്ചാൽ മതി. സോ എന്താണ്? അവർ ഗസ് ചെയ്യും, അവരത് സംസാരിക്കും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ 21 ജസ്റ്റേഴ്സ് നമ്മൾ കാണിച്ചു കേട്ടോ. 21 ജസ്റ്റേഴ്സ്, ഒരുപാട് ജസ്റ്റേഴ്സ്. ഇതിന്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് ജസ്റ്റേഴ്സ് പറഞ്ഞു അല്ലെ? ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കാണിക്കുന്നത്. അങ്ങനെ ഒത്തിരി ജസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ സ്പീച്ചിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോ ഈ സ്പീച്ചില് ട്രെയിനിങ്ങില് ഈ ജസ്റ്റേഴ്സ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതില് എത്ര ജസ്റ്റേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മളതില് ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് കൃത്യമായിട്ടുള്ള വേർഡ്സിനൊപ്പം തന്നെ ആ സാധനത്തെ കൊണ്ട് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കലല്ല. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഹാൻഡ് ജസ്റ്റർ വരണം. അപ്പൊ അതിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്നിട്ട് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ആ ഹാൻഡ് ജസ്റ്റർ നമ്മൾ കാണിക്കണം. അങ്ങനെ കാണിക്കുന്ന സമയത്ത് മാത്രമേ സൈമൾട്ടേനിയസ് ആയിട്ട് വേർഡ്സ്, ഹാൻഡ് ജസ്റ്റേഴ്സ്, എക്സ്പ്രഷൻസ് ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കും. ഒരുമിച്ച് സംഭവിച്ചാൽ മാത്രമേ ഇതിന് ഗുണമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഗൾഫിലേക്ക് വിളിക്കുന്ന സമയത്ത് വീഡിയോ കോളിൽ എന്താണ് നാട്ടിലേ ഉണ്ടാകും, വീഡിയോ കോളിൽ വിളിച്ചിട്ട് ആദ്യം സംസാരം എത്തും, പിന്നാണ് എക്സ്പ്രഷൻ വരുന്നത് എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അത് എന്താണ് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും, ഫ്ലോപ്പായി പോകും. അപ്പൊ അതിനെ നമ്മൾ നന്നായിട്ട് പരിശീലിപ്പിക്കണം. ഈ കൈകൾ ഒരു കാരണവശാലും റെസ്റ്റ് എടുക്കാനുള്ള സാധനമല്ല, മറിച്ച് നമ്മുടെ സംസാരങ്ങൾക്കനുസരിച്ചിട്ട് ആ ജസ്റ്റേഴ്സ് കൂടി സംസാരിക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും മനോഹാരിതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അപ്പൊ അത് റിപ്പിറ്റേഷൻ ആണ്. ഒന്ന് റിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നതിനെ ഒന്നുകൂടി ആവർത്തിക്കലാണ്, 2 പ്രാവശ്യം പറയലാണ് അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയേ, 2 പ്രാവശ്യം പറയലാണ്. ഇങ്ങനെ പറയലും 2 പ്രാവശ്യം പറയലാണ് എന്ന് പറയും തമ്മിൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. എൻറ്റയർലി ഡിഫറെന്റ് അല്ലെ? അത് എന്താണ്? ഇപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് എന്ന് പറയുന്നത് അവിടെ ഞാൻ പിന്നെ എൻറ്റയർലി എന്നതിനെ ഞാൻ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അത് വോയിസ് മോഡുലേഷൻ ആണ്. വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫസൈസിങ് ഓൺ ദ വേർഡ്. എൻറ്റയർലി എന്ന് പറയുന്ന സമയത്ത് അല്ലെ, തികച്ചും വ്യത്യാസമാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അത് എന്താണ്? വേർഡ്സിൽ നമ്മൾ കൊടുക്കുന്ന എംഫസൈസിങ് ആണ്. ഇതെന്താണ്? ഇത് നമ്മുടെ ജസ്റ്റേഴ്സിൽ കൊടുക്കുന്ന എംഫസൈസിങ് ആണ്. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ എന്നതിനെ ഒന്നുകൂടി ഊന്നി പറയാണ് എന്റെ വിരലുകൾ കൊണ്ട് 2 കാര്യങ്ങൾ. സോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മ ട്രൈ ചെയ്യണം. സോ റിപ്പീറ്റിംഗ് ചെയ്യാൻ പറ്റുന്നു, എംഫസൈസിങ് ചെയ്യാൻ പറ്റുന്നു. ഇതിലൂടെ എന്താണ് നമ്മളുടെ സംസാരം അല്ലെ, നമ്മുടെ സംസാരത്തെ കൂടുതൽ
ആകർഷകമാക്കുക. നമ്മൾ പറഞ്ഞിട്ട് കേവലം ഒരു വെറുതെ ഒരു ട്രെയിനർ ആവുക അല്ലെങ്കിൽ വെറുതെ ഒരു സ്പീക്കർ ആവുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് we have to become an effective trainer എന്നുള്ളതാണ്. സോ we have to become an effective എന്നുള്ള എഫക്റ്റീവ് എന്ന വേർഡിനെ ഞാൻ എന്ത് ചെയ്തു, എംഫസൈസ് ചെയ്തു അല്ലെ, ഊന്നി പറഞ്ഞു അല്ലെ. അപ്പൊ അത് വേർഡ്സിൽ വരുന്ന എംഫസൈസിങ് ആണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ സംസാരത്തെ, ചില ആളുകളുടെ സംസാരത്തിന്റെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ ഒക്കെ നമുക്കറിയാം. അപ്പൊ വോയിസ് മോഡുലേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, നമ്മുടെ ഹാൻഡ് ജെസ്റ്റേഴ്സ്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ജെസ്റ്റേഴ്സ്, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജെസ്റ്റേഴ്സ് ഒരു കാരണവശാലും റെസ്റ്റ് ചെയ്യാൻ പാടില്ല. മറിച്ച് നിങ്ങളുടെ വേർഡ്സിനൊപ്പം നിങ്ങളുടെ കൈകളും ചലിക്കണം. ആ കൈകൾ ഒരു കാരണവശാലും ഒരു ഓവറായിട്ട് ആകാനും പാടില്ല. ഒരു സെന്റൻസിൽ തന്നെ എല്ലാ വാക്കുകൾക്കും. നമ്മൾ ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ ആംഗ്യപ്പാട്ട് ചെയ്യാറുണ്ട് അല്ലെ. ആംഗ്യപ്പാട്ട് ചെയ്യുന്ന സമയത്ത് അവര് പറയുന്ന ഓരോ വേർഡ്സിനും അവർ ആംഗ്യം കാണിക്കും. എന്നതുപോലെ ഒരു കാരണവശാലും നമ്മൾ സെന്റൻസിൽ ഓരോ വാക്കുകൾക്കനുസരിച്ചിട്ടും ഹാൻഡ് ജെസ്റ്റേഴ്സ് കാണിക്കാൻ പാടില്ല. അത് എന്താണ്, ഓവറാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെസ്റ്റേഴ്സിലേക്ക് ഓഡിയൻസിന്റെ അറ്റൻഷൻ പോകും. അപ്പൊ അത് ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പൊ ആയതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഹാൻഡ് ജെസ്റ്റേഴ്സ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ്ങോ സ്പീക്കിങ്ങോ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പറഞ്ഞതിൽ 21 ആണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ 1-2 ഞാൻ കൂടുതൽ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ജെസ്റ്റേഴ്സിനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സംസാരങ്ങളെ, ട്രെയിനിങ്ങുകളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതെല്ലാം നിങ്ങൾ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നവരാണ്, അത് അവിടെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, യൂസ് ചെയ്യണം, സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഒരുപക്ഷെ ഹാൻഡ് ജെസ്റ്റേഴ്സിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത്ഭുതമായി പോകും. പഴയ വീഡിയോയും നമ്മുടെ വീഡിയോയും പുതിയ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഒത്തിരി മാറ്റങ്ങൾ, നമുക്ക് തന്നെ നല്ല കോൺഫിഡൻസ് കിട്ടും, നല്ല ഫീഡ്ബാക്കുകൾ കിട്ടും. നമ്മുടെ ആ ഒരു ഇടപെടലിനനുസരിച്ചിട്ടുള്ള നല്ല ഫീഡ്ബാക്കുകൾ നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ ആ രൂപത്തിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ കൂടുതലും ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് കുറച്ചും കൂടിയും ഈ ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് കുറെ ചെയ്യാന്നുള്ളതാണ്. അപ്പോ അതില് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറച്ചും കൂടിയും യൂസ്ഫുൾ ആകുന്ന ടോപ്പിക്സുകൾ ഞാൻ എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോ നിങ്ങൾ പറയാ, എടുത്ത എന്തെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ചോദിക്കാം. അതല്ലെങ്കിൽ ഇന്നെടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. നിങ്ങൾ ഈ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒക്കെ നേരത്തെ അറിയാവുന്നതായിരുന്നോ? നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? സർ, ഞാൻ ഇടയ്ക്ക് വന്ന് അറിയുന്നതാണ്. ആദ്യത്തെ ഭാഗം ഒന്നും പറയുന്നത് കേട്ടില്ല. ഓക്കെ, ആദ്യത്തെ ഭാഗം കേട്ടില്ല അല്ലെ. രണ്ടാമത്തെ ഗസ്റ്റർ മുതൽ കേട്ട്, ഹാർഡ് ഗസ്റ്റർ മുതൽ കേട്ടിട്ടുണ്ട്. കേട്ടോ. ആദ്യത്തെ മാത്രം, ആദ്യത്തെ ഒന്നുമില്ല. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് കൗണ്ടിങ് ആണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ പറയാം. അതേപോലെ തന്നെ ഇപ്പൊ അതിൽ തന്നെ നമ്മൾ ഇപ്പോ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ കൗണ്ട് ചെയ്യാം. നമ്മുടെ വിരലോണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. സോ ഇറ്റ് റെപ്രസെന്റ്സ് കൗണ്ടിങ്, ലിസ്റ്റിംഗ് എന്നുള്ളതാണ് അവിടെ പറയുക. അപ്പൊ 3 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന രൂപത്തിൽ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ഓക്കെ. കുറച്ചൊക്കെ ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ചിലതൊന്നും അറിയില്ലായിരുന്നു, ചില ഗസ്റ്റേഴ്സ് ഒന്നും. അതെ 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 അതെ. ഓക്കെ,
പിന്നെ ഷെഫി ടാസ്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇതിന്റെ കൂടെ ഓടി എത്തിയിട്ടില്ല. എനിക്ക് കുറെ ക്ലാസ് കേൾക്കാണ്ട്. ആ ഓക്കെ 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 അതാണ് കുഴപ്പം. ഓക്കെ ഓക്കെ ഓക്കെ. സജന സർ ചിലതൊക്കെ യൂസ് ചെയ്യാറുണ്ട് സർ. ആ പിന്നെ ഞാൻ ആ വേവിങ് ജസ്റ്റർ ഇല്ലേ, അത് എന്താ ഞാനിപ്പോ വേവിങ് ജസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, കൈ കൊണ്ട് കാണിക്കുന്നത്, ആ അതല്ലേ വേവിങ് ജസ്റ്റർ അല്ലേ അത്, കൈ വേവിങ് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന. ആ ആ അത് ഞാനും പണ്ടൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ ചെയ്യുമ്പോ നമ്മളെ കാണുന്നവർക്ക് ഭയങ്കര ഒരു സന്തോഷം പോലെയാണ്. ഞാൻ അങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നത്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു അട്രാക്ഷൻ ആണ് ശരിക്കും. അതെ ഞാൻ അതെ സ്ഥിരം ശരിക്കും. യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോ ഈവൻ നമ്മുടെ ക്ലാസ്സുകളിൽ പോലും ഞാൻ പലപ്പോഴും ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോവാറ്. അത് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ പറയാം. നമ്മൾ വിചാരിക്കും ഇപ്പോ നമ്മൾ വിചാരിക്കും ഇതിപ്പോ ഓരോ ജസ്റ്റേഴ്സ് നമ്മൾ വിചാരിക്കും ഇതിപ്പോ എന്ത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ, അതല്ലെങ്കിൽ നമ്മൾ അതിന് ചില വില കൊടുക്കൂല. ഇപ്പൊ നമ്മൾ ഹാർട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെ എന്താ നമ്മൾ പറയാ, നമ്മള് ചിലപ്പോ എഴുതി കാണിക്കുക അതല്ലെങ്കിൽ നമ്മൾ വോയിസ് വിടുന്നതിനേക്കാളൊക്കെ വളരെ, ഇപ്പൊ ഞാൻ സജ്ജന അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് അത്രയും എനിക്ക് ടച്ച് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഫീലിംഗ് ആണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ കൈ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് മാത്രമേ നമ്മൾ അങ്ങനെ സംസാരിക്കുള്ളൂ. അപ്പൊ നമ്മള് ചില സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരോട് പോലും ഹായ് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടല്ലോ, ആ ഹായ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ തല ഒന്ന് ഇങ്ങനെ ഒരു 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 കുനിയിലുണ്ട് തല ഒന്ന് ചെറിയതായിട്ടൊന്ന് ചിൻ ഡൗൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്ന് തലന്ന് അതിനൊരു ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ ആ ഒരു വിനയം, നമ്മുടെ ആ ഒരു പൊളൈറ്റ്നെസ്, നമ്മുടെ ആ ഒരു ഫ്രണ്ട്ലിനെസ്, ഇതൊക്കെയാണ് ശരിക്കും ഇതിൽ കൂടെ വരുന്നത് അല്ലെ. നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ശരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും വളരെ എഫക്റ്റീവ് ആണ്. ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കുറെ ഇങ്ങനെ തിയററ്റിക്കലായിട്ട് ഒന്നല്ല നമുക്ക് പഠിക്കേണ്ടത്. ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളോട് കൂട്ടുകൂടാൻ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടും അല്ലെ. ഇയാൾ കൊള്ളാലോ, ഇയാളായിട്ടൊന്ന് പരിചയപ്പെടണമല്ലോ എന്ന് വിചാരിക്കും ആളുകൾ. കാരണം അത് ഓപ്പൺനെസ് ആണ് ശരിക്കും. ആ ഒരു ഓപ്പൺ മൈൻഡിനെ ഒരു പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ സജന. അതെ അതെ യെസ്. അപ്പൊ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും ഈ സാധനം നമുക്ക് കൊണ്ടുവരാം കേട്ടോ. ഇത് കുറെ കാര്യങ്ങൾ, കുറെ ജസ്റ്റേഴ്സ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ അത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ഉണ്ടാകും. സോ അപ്പോ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ നമുക്ക്. സർ അതിന്റെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ഇപ്പൊ ആരെങ്കിലും ക്ലാസ് ഇപ്പൊ എടുക്കാറുണ്ടോ എവിടെയെങ്കിലും? ഷെഫീദ് എടുക്കാറുണ്ടോ ക്ലാസ്? ഇല്ല സർ, ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഷെഫീദ ഒരു ക്ലാസ് നമുക്ക് ഓൺലൈനിൽ ഒരു ക്ലാസ് എടുക്കണം. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞില്ലേ. എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കില്ല. സ്കൂളിൽ വെച്ച് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2-ാം തീയതി 3-ാം തീയതി. തിരക്കൊന്നും ഒഴിവാകുന്നില്ല, അതാ പ്രശ്നം. ഒന്ന് കഴിയുമ്പോഴേക്ക് ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു വഴി ഇപ്പൊ അതിന്റെ തിരക്കിന്റെ ഓട്ടത്തില. ഞാനിപ്പോ 8 മണിക്കെങ്ങാനും വീട്ടിലെത്തി. ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. തിരക്ക് കഴിഞ്ഞിട്ട് ഒന്നിനും കൂടൂല. ശരി അതെ തന്നെയാ. അതെ. എന്തായാലും ഒരു 2-3 ക്യാമ്പാണ് ഞങ്ങൾക്ക് ഡിസേബിൾ ഭിന്നശേഷി ദിനാണല്ലോ 3-ാം തീയതി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹവാസ ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓട്ടത്തിലപ്പോ ഓക്കെ ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലെത്തിയന്നെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോരോ അപ്പൊ ഇഷ്യൂസ്. അവിടെയൊക്കെ സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമല്ലോ അല്ലെ. അത് നമ്മൾ അവിടെ സംസാരിച്ചിട്ടുള്ള കാര്യം, നമ്മൾ അവിടുത്തെ സ്റ്റാഫ് അല്ലേ, അപ്പൊ അത് ആരും വല്ലാണ്ട് മൈൻഡ് ചെയ്യൂല. അതെ 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 അതെ. നമ്മൾ പുറത്തെവിടെയും സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മുടെ പാരന്റ്സ് തന്നെയല്ലേ, നമ്മളറിയാവുന്ന ആൾക്കാരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ എന്തായാലും നമുക്കൊരു സെഷൻ എന്തായാലും വേണം. ടോപ്പിക് വേഗം തന്നെ അറിയിക്കുക. അപ്പൊ നമുക്കൊരു സെഷൻ എടുക്കണം കേട്ടോ. ഉറപ്പായിട്ടും. സജന എന്താണ് പരിപാടി പ്ലാൻ? സർ അത് പ്രിപ്പറേഷന് ടൈമില്ല സർ, അതാണ്. എന്തായാലും ചെയ്യുമ്പോ ഫസ്റ്റ് ചെയ്യുമ്പോഴായാലും നന്നായിട്ട് ചെയ്യണ്ടേ. എന്തായിരുന്നാലും അത് ഇനിഷ്യേറ്റീവ് എടുക്കുക. എന്തായാലും അത് നമ്മളത് ഇങ്ങനെ വൈകിക്കൊണ്ടുപോകരുത്. അപ്പൊ പിന്നെ നമ്മൾ അത്രയും ബാക്കിലേക്ക് പോകും. ഫിസിക്കലിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒക്കെ എന്ത് ചെയ്യും ഒരെണ്ണം നമുക്ക് എടുക്കണം കേട്ടോ. ഇൻഷാല്ലാ സർ.
അപ്പൊ നിങ്ങള് എന്താണെന്ന് വെച്ചാൽ പറയാ. അപ്പൊ എന്റെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാകും. ഓക്കെ ഓക്കെ ഓക്കെ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരി വൺ. ഓക്കെ, ബൈ ബൈ. Thanks. Good night. ഗുഡ് നൈറ്റ്.